അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറല്ലാഹി മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ എൻ്റെ മുത്തല്ലിം സുഹൃത്തുക്കളെ, ഡെസ്റ്റിനോയുടെ വേദിയിൽ നിന്നും ഒരല്പ നേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ബദറിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതെ, അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്നുണ്ടെന്ന വാർത്തയറിഞ്ഞ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും ബദറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അതെ, യാത്ര ഒരുപാട് വൈദൂരം പിന്നിട്ടപ്പോൾ അവർക്ക് വിശ്രമം അനിവാര്യമായി വന്നു. ബദറിന്റെ ഓരത്തുള്ള ദുബ്ബത്ത് എന്ന സ്ഥലത്ത് അവർ ടെൻ്റടിച്ച് വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ശത്രുക്കളുടെ നീക്കുപോക്കുകൾ അറിയുന്നതിന് വേണ്ടി ദുബ്ബത്തിന്റെ ഓരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സുവനനബിയും മതിക്കും അടങ്ങി ഇങ്ങെത്തി വസിത്താരോ, ഒരുകിന്നുണ്ടി പൂണൽ കോരും രണ്ട് ബടുവരെ കണ്ടുപിടുത്താരോ. സുവനനബിയും മതിക്കും അടങ്ങി ഇങ്ങെത്തി വസിത്താരോ, ക്ഷണം പോയി ചുറ്റിനെ പീരിൻ കഥയറിവാൻ കൊണ്ട് പേരെ വിടുത്താരോ. സുബൈറും സഅദും ഹൈദറും കൂടെ ഉളർന്നു പോണാരോ, തൊരിക്കിൽ തൊണ്ടി പൂനൽ കോരും രണ്ട് ബടുവരെ കണ്ടുപിടുത്താരോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അന്വേഷണം കഴിഞ്ഞ് ടെന്റിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അവർ സംതൃപ്തരല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, മൂന്ന് പേർ നാളെ വിശദമായ ഒരു അന്വേഷണത്തിന് പോകേണ്ടതുണ്ട്. ഇത് കേട്ടതും സ്വഹാബാക്കൾ ആകെ അമ്പരന്നു. ആരായിരിക്കും ആ 3 പേർ? ഞാനായിരിക്കുമോ എന്ന് അവരുടെ മനത്തിലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പേരെയും പ്രഖ്യാപിക്കുകയാണ്. ധീരനായ അലി റളിയല്ലാഹു അൻഹും സഅദും സുബൈറും റളിയല്ലാഹു അൻഹും ആയിരുന്നു ആ 3 പേർ. അങ്ങനെ അവരെ 3 പേരെയും ഒട്ടകപ്പുറത്ത് കയറ്റി യാത്ര അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെന്റിലേക്ക് കയറി പ്രാർത്ഥനാ നിരതനായി. അലി റളിയല്ലാഹു അൻഹും കൂട്ടുകാരും യാത്രയിലാണ്. അവർ ഇങ്ങനെ പോകുന്നതിനിടയിൽ ഇങ്ങനെ ചിന്തിച്ചു, ആരായിരിക്കും നമ്മുടെ ശത്രുക്കൾ? അവരെത്ര പേരുണ്ടായിരിക്കും? അവരെന്തിനു വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലിയാർ തങ്ങൾ ആ കാഴ്ച കാണുന്നത്. ദുബ്ബത്തിന്റെ ഓരത്തുള്ള ഒരു കിണറ്റിൽ നിന്നും 2 പേർ പാത്തും പതുങ്ങിയും ഒച്ച വെക്കാതെ വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നു. ഇത് കണ്ടതും അലിയാർ തങ്ങൾ തൻ്റെ കൂട്ടത്തിലുള്ളവരെ ഇങ്ങനെ തട്ടിക്കൊണ്ട് ചോദിച്ചു, ദേ നോക്കിയേ, അവർ നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അതെ, അവർ നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ എങ്ങനെ പിടികൂടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അലിയാർ തങ്ങൾ അവരിൽ ഒടുവിലേക്ക് ചാടി അങ്ങ് വീണു കെട്ടി വലിഞ്ഞു മുറുകുമ്പോൾ മറ്റവനങ്ങ് ഓടാൻ നിൽക്കുക. അലിയാർ തങ്ങളെ 2 പേരെയും കെട്ടി വലിഞ്ഞു മുറുകിക്കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാ പിടിത്ത് മടങ്ങി വന്നടുത്ത് പൊള്ളുതാറ്റൽ എടുക്കും തൊഴുക്കുകൾ നിലയില പിരിശം നബി സലാം പിരിയുന്നതിൽ മുന്നേ അരികിൽ ബടുകരെ മൊള്ളികളാം. പിടിത്ത് മടങ്ങി വന്നടുത്ത് പൊള്ളുതാറ്റൽ എടുക്കും തൊഴുക്കുകൾ നിലയില പിരിശം നബി സലാം പിരിയുന്നതിൽ മുന്നേ അരികിൽ ബടുകരെ മൊള്ളികളാം. നൊടുവിലുമയാരുണ്ടുടനെ കുറശികൾക്കിടയിൽ ജലം മുക്കുന്നവർകളാം. നാവിന്റെ മൊഷി തോളർ ചെവിയിൽ തരിത്തവർ അവിടെ മൊളിഞ്ഞ രണ്ടുരക്കലാം. സ്വഹാബാക്കൾ നോക്കുമ്പോൾ 2 ബന്ദികളുമായിട്ടാണ് അലിയാർ തങ്ങളും കൂട്ടരും വന്നിരിക്കുന്നത്. അവരാകെ സന്തോഷിച്ചു. കാരണം യുദ്ധമുഖത്ത് നിന്നും വല്ലൊരുത്തനെയും കിട്ടുക എന്ന് പറയുന്നത് ആ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ്. അവർ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു, നമ്മൾ ഈ യുദ്ധത്തിൽ ജയിച്ചു. അങ്ങനെ അലിയാർ തങ്ങളെയും കൂട്ടുകാരെയും ടെന്റിലേക്ക് കയറ്റി വിശ്രമത്തിനായി അയച്ചു. മറ്റു 2 ബന്ദികളെയും അവിടെ ഒരിടത്ത് കെട്ടിയിട്ട് സ്വഹാബാക്കൾ പല ചോദ്യശരങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സ്വഹാബി എല്ലാവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് ദേഷ്യപ്പെട്ട മുഖഭാവത്തോടു കൂടി വന്നുകൊണ്ട് ചോദിച്ചു, ഡോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വേണ്ടി വന്നതാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർക്ക് വേണ്ടി വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ കൊടുത്തു കർണത്തുന്ന സ്വഹാബി സുബ്ഹാനല്ലാഹ് തെറിച്ചങ്ങ് വീഴുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ വീണ്ടും വീണ്ടും വിക്കി പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, അവർക്ക് വേണ്ടി വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ടതും വീണ്ടും അടിക്കാനൊങ്ങവേ പിന്നിൽ നിന്നും അടിക്കാൻ സ്വഹാബാക്കൾ പിടിക്കും, അതിൽ നമാസ് എടുത്തേ നബി വിട്ടിരുസലാം. അത് കുൽവിലത്തിൻ കദിക്കൈ സ്വഹബരിൽ സിദ്കൻഡുറകുവിനിവർഗലാം, സിദ്കൻഡുറകുവിനിവർഗലാം. അടിക്കാൻ സ്വഹാബാക്കൾ പിടിക്കും, അതിൽ നമാസ് എടുത്തേ നബി വിട്ടിരുസലാം. അത് കുൽവിലത്തിൻ കദിക്കൈ സ്വഹബരിൽ സിദ്കൻഡുറകുവിനിവർഗലാം. സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്നും പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറഞ്ഞത് സത്യമാണ്, അവർ ഖുറൈശികൾക്ക് വേണ്ടി വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബന്ദികളുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ അമ്പരിപ്പിക്കുന്നതാണ്. തങ്ങൾ ചോദിച്ചു, ആരാണ് ഇവരെ കെട്ടിയിട്ടത്? പിന്നിൽ നിന്നും ആരോ വന്ന് കെട്ടയച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണുത്തു. എന്നിട്ട് അവരോടായി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതുമല്ല. പകരം ഞങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, അതിന് വ്യക്തമായ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ അവർ തങ്ങളോട് വ്യക്തമായ മറുപടി പറഞ്ഞു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ എത്ര മനോഹരമായിട്ടാണ് ഈ രംഗം രചിച്ചു വെച്ചതെന്ന് നോക്കിയേ. എണ്ടും ബിയുള്ള ബിണ്ട് തീഹാമിന്നെ ഇഖ്റാജായുള്ളൊരു അഖ്വാഫാറ്റ് ശുജൈകളേതെല്ലാമുണ്ട് ഹക്കോദിടുവീൻ. എണ്ടും ബിയുള്ള ബിണ്ട് തീഹാമിന്നെ ഇഖ്റാജ ശുജൈകളേതെല്ലാമുണ്ട് ഹക്കോദിടുവീൻ. കെണ്ടൽജാൽതാമും ഉണ്ടൻ ഉമൈറും ഫിൻ ഇബ്രാനാം ജാബിറും അബുൽ ഉസൈറും ഇരുഫടികെ മക്കാരായുള്ള നാമക്കാരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, അവർ ആരൊക്കെയാണ്? അപ്പൊ അവർ പറഞ്ഞു, ഉത്തുബത്തും ഷെയ്ബത്തും വലീദും അടങ്ങുന്ന വലിയൊരു സഖ്യമാണ് മുഹമ്മദേ, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അവർ പറഞ്ഞു, ഉണ്ടവരെല്ലാരും ചെണ്ടനീരണ്ടോവർ ഉങ്ങളിൽ ഹാദിറും തിങ്കായിഫൽ യമൈമൊളി ഒക്കെയും പോയി അല്ല അൽക്കല്ലാതെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ എടുത്തു വെക്കുന്ന ഒരു മാതൃകയുണ്ട്. അതെ, ബദറിനെയും ബദ്രീങ്ങളെയും വക്രീകരിക്കുന്നവർക്ക് മുമ്പിൽ ഞാൻ ഈ ആശയം ഇവിടെ എടുത്തു വെക്കുകയാണ്. ഏതാണ് ആ കാലം? യുദ്ധമുഖത്ത് നിന്ന് വല്ല ഒരുത്തനും കിട്ടിയാൽ അറുങ്കൊല ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന ആ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ വിട്ടയക്കുകയാണ്. അവർ വളരെയധികം സ്വതന്ത്രരായി തിരിച്ചു നടക്കുന്ന ആ ഹൃദയഹാരിയായ കാഴ്ച. അതെ, ബദറിനെയും ബദരീങ്ങളെയും വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇങ്ങനെ പറഞ്ഞ് സാധിപ്പിക്കാൻ കഴിയുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.